വർഷങ്ങളായി വികസനത്തിൻ്റെ മറവിൽ നടന്നുകൂട്ടിയ സകല അഴിമതികളുടെയും കള്ളക്കളി പൂട്ടുകൾ ഓരോന്നായി തകർന്നു വീഴുന്ന നിർണായകമായ ഒരു രാഷ്ട്രീയ അധ്യായത്തിനാണ് കേരളമിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണവും സംസ്ഥാനത്തിൻ്റെ പൊതുസ്വത്തും സ്വന്തക്കാർക്കും സ്വകാര്യ ഏജൻസികൾക്കും കൊള്ളയടിക്കാൻ തുറന്നുകൊടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി സർക്കാരിൻ്റെ കാലത്തെ അനീതികൾ ഓരോന്നായി ഇപ്പോൾ വെളിച്ചത്ത് വരികയാണ്. കായിക രംഗത്തിൻ്റെ വളർച്ചയെന്ന വ്യാജേന അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ വരവും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായുള്ള കരാറുകളും മുന്നിൽ നിർത്തി നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിപണി മൂല്യമോ ഫണ്ടിൻ്റെ സ്രോതസ്സോ സാമ്പത്തിക ശേഷിയോ ഒരു പ്രൊസീജിയറും പരിശോധിക്കാതെ യാതൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും വിളിക്കാതെ ഒരു പ്രത്യേക സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് അനുമതി നൽകിയതിന് പിന്നിൽ നടന്ന വലിയ അണിയറ നീക്കങ്ങളാണെന്ന് പിടിക്കപ്പെടുന്നത്. കായിക വകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും റിപ്പോർട്ടുകളിൽ ഗുരുതരമായ അഴിമതികളും ക്രമക്കേടുകളുമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണകാലത്ത് വൻതോതിൽ GST വെട്ടിപ്പ് നടത്തിയത് കണ്ടുപിടിക്കപ്പെടുകയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടും സ്വാധീനങ്ങൾ ഉപയോഗിച്ച അന്വേഷണം മാസങ്ങളോളം മരവിപ്പിച്ചു നിർത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നഷ്ടപ്പെടുത്തി അഴിമതിക്കാരെ സംരക്ഷിച്ച അന്നത്തെ ഭരണാധികാരികളുടെ നിലപാടുകൾ ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള വലിയ വഞ്ചനയായിരുന്നു. ഫണ്ടിൻ്റെ നിയമവിരുദ്ധമായ സ്രോതസ്സുകളും FCRA ആക്ടിൻ്റെ നഗ്നമായ ലംഘനങ്ങളും ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ വരെ അന്വേഷിക്കേണ്ട തലത്തിലേക്ക് ഈ അഴിമതി കഥകൾ നീളുകയാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും തെളിവുകൾ മുക്കാൻ ശ്രമിക്കുകയും ചെയ്ത സകല ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസും ധനകാര്യ വകുപ്പും ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ അഴിമതിക്കോട്ടകളെയും ഭരണകൂട അനാസ്ഥകളെയും ഒന്നൊന്നായി പൊളിച്ചൊടുക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ അതിശക്തമായി നിലയുറപ്പിക്കുന്നത്. സർക്കാരിനുണ്ടായ സകല സാമ്പത്തിക നഷ്ടവും കുറ്റക്കാരിൽ നിന്ന് പൈസ ഈടാക്കുമെന്നും ഏത് കൊമ്പനായാലും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻകാലങ്ങളിലെ പോലെ ഫയലുകൾ മുക്കാനോ അന്വേഷണങ്ങൾ മരവിപ്പിക്കാനോ ഇനി ആർക്കും സാധിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഈ ഭരണമാറ്റം നൽകുന്നത്. ജനങ്ങളുടെ ഓരോ പൈസയും സംരക്ഷിച്ചുകൊണ്ട് അഴിമതിരഹിതവും സുതാര്യവുമായ പുതിയൊരു ഭരണ സംസ്കാരം പടുത്തുയർത്താൻ UDF സർക്കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ കഴിഞ്ഞകാല അഴിമതിക്കാരുടെ ഉറക്കം കെടുത്തുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് കേരളത്തിൽ വീശിയടിക്കുന്നത്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മാർഗത്തും. അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സംസ്ഥാന സർക്കാർ ഒരു രൂപ പോലും നഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പക്ഷേ മന്ത്രി അയച്ച കത്തൊക്കെ പുറത്തു വന്നിട്ട് ട്രൈപാർട്ടി എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിൻ്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെൻറ്റ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിൻ്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല, ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെൻറ്റും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മാർഗത്തും. GSTയുടെ അങ്ങനെ വകുപ്പിന് കീഴിൽ വരുന്ന കാര്യം കൂടിയാണ്. അതിന്റെ കാര്യത്തിൽ എന്താണ് അത് ലീഗലി ആക്ഷൻ ബൈൻഡ് ആവുന്ന സാധനം? അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് ആ കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. രണ്ട്,
ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടല്ല 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. ഉൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ നടന്നതായിട്ടുള്ള സംശയം പറയുന്നത്, അതായത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട സാഹചര്യങ്ങളാണ്. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുക. കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അന്വേഷണ പരിധിയിലെല്ലാം പെടുമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ എല്ലാം പെടുമല്ലോ, എല്ലാം പെടും. എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫണ്ടിന്റെ സോഴ്സസ് എന്താണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഞങ്ങൾ പ്രാഥമികമായി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യണത്. പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ FCRI ആക്ടിന്റെ വയലേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉചിതമായ ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും.